സംഗീത ശ്രീമേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശിവരാത്രിയുടെ പരിപാടികൾ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാനും ഉണ്ണിയോളും കുട്ടാടൻ ജോലിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ കുട്ടാടനോട് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടാടൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം, കൊണ്ടുവരാൻ വരുന്ന സമയമാകുമ്പോൾ വരാം, അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും കേട്ടോ. ഞാൻ ആദ്യം അമ്മമാരെയൊക്കെ റെഡിയാക്കി നിർത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ റെഡിയാവാൻ തുടങ്ങിയത്. അപ്പോൾ പോകുമ്പോൾ മസ്റ്റായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ അതൊരു പൊട്ടും വെച്ച് മേക്കപ്പ് ഇത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യണില്ല. പിന്നെ നമ്മൾ സാധാരണ പോലെ മുടി കെട്ടി പോവാണ് കേട്ടോ ചെയ്യണത്. ഒന്നാമത്തത് ഇങ്ങനെ ഒരു ചൂട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്ത് മേക്കപ്പ് ചെയ്താലും നമ്മൾക്കത് ഞാനെന്ന് വെച്ചാൽ നല്ല പോലെ സ്വെറ്റ് ചെയ്യണ ആളാണ്. അപ്പോൾ പെട്ടെന്ന് അത് വയർത്ത് പോവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ലിപ്സ്റ്റിക്കും പൊട്ട് മാത്രമേ ഒഴിച്ചുള്ളൂ കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസിനൊരു ബ്രൈറ്റ്നെസ്സും ഒക്കെ കിട്ടും, പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മുടിയും കൂടി കെട്ടുക, അതാണ് നമ്മുടെ മേക്കപ്പ്. പിന്നെ ഇവന്മാരൊക്കെ ഉള്ളവർക്ക് ഇത്ര മേക്കപ്പ് ചെയ്തിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. ഞാൻ ചില വീഡിയോസിൽ ചേച്ചിമാരൊക്കെ മേക്കപ്പ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കാൻ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്യുന്ന കാണുമ്പോൾ ഇവർക്കൊക്കെ നല്ല നേരം ഉണ്ടല്ലോ എന്ന്. അവരെങ്ങനെ നേരം ഉണ്ടാക്കി ചെയ്യണേന്ന് മാത്രം എനിക്ക് അറിയണില്ല കേട്ടോ. പിന്നെ പോണതല്ലേ എന്ന് വെച്ചാൽ അമ്പലത്തിലേക്കല്ലേ പോകണമെന്ന് വെച്ചിട്ട് കുങ്കുമൊക്കെ തൊട്ടിട്ട് ആണ് കേട്ടോ പോണത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വാതിലൊക്കെ പൂട്ടാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ ഒരു ലൈറ്റ് മാത്രം ആണ് ഇടണുള്ളൂ. പിന്നെ താക്കോല് ഫോണൊക്കെ നമ്മുടെ ബാഗിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോണ വഴിക്ക് നമ്മുടെ അമ്പാടിക്ക് പാപ്പം മേടിക്കണം, അത് കാരണം ഇപ്പോൾ ബാഗ് എടുത്തത്. ഇതേ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാണ്ട് പോണ സന്തോഷത്തിലാണ് അമ്പാടിയും ഉണ്ണിക്കുട്ടനും. നമ്മൾ ഈ വഴി കൂടെ വേണം കേട്ടോ പോകണമെങ്കിൽ. ഇവിടെ മാത്രം ലൈറ്റുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫോണിൻ്റെ ലൈറ്റിലാണ് പോണത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിലെത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് 2 പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു കേക്കൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഉണ്ണിക്കുട്ടനും അമ്പാടി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അവർക്ക് വിശന്നാലോ എന്ന് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൈ പിടിക്കുകയാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ബസ് പോയി. ഇനിയിപ്പോൾ വല്ല കാലി ഓട്ടോറിക്ഷ കിട്ടണം. അങ്ങനെ ഞങ്ങൾക്കൊരു കാലി ഓട്ടോറിക്ഷ കിട്ടിയിട്ടോ അമ്പലത്തിൻ്റെ അവിടേക്ക്. അപ്പോൾ ഞങ്ങൾ ആ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. നല്ല പോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മുടെ തൃശ്ശൂർ പോലെയൊന്നുമല്ല, തൃശ്ശൂരിൻ്റെ പോലെ വല്ലാണ്ട് അങ്ങോട്ട് ആർഭാടമൊന്നുമില്ല, എന്നാലും സിമ്പിളായിട്ട് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലൊരു മൈതാനം പോലെ ഉണ്ട് കേട്ടോ. ഒരു നല്ല വിശാലമായൊരു പറമ്പുണ്ട് അവിടെ. പിന്നെ നമ്മുടെ പൊരിക്കച്ചവടക്കാരും ചെറിയ ചെറിയ നമ്മുടെ കളിപ്പാട്ട കച്ചവടക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഐസ്ക്രീം വണ്ടികളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കലാപരിപാടികൾ, ചെറിയ ഒരു സ്കൂളിൻ്റെ കലാപരിപാടികളാണ് കേട്ടോ അവിടെ നടക്കുന്നത്. 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളുണ്ട്. അതിൻ്റെ ആനുവൽ ഡേയും കൂടി ഈ ശിവരാത്രിയുടെ അന്നാണ് അവർ അവതരിപ്പിക്കാറ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ചേച്ചി വരാനുണ്ട് കേട്ടോ. ആ ചേച്ചീനെ വെയിറ്റ് ചെയ്തൊക്കെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വന്നു. ചേച്ചി വന്നിട്ട് ചേച്ചി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ കയറിയില്ല, ഞാനും മുന്നോളും പുറത്ത് നിന്നിട്ട് തൊഴാണ് കേട്ടോ ചെയ്തത്. ഇതിൻ്റെ പ്രതിഷ്ഠ, ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ ബാക്ക് സൈഡിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ചേച്ചി വരുന്നതും. അത് അമ്പാടി ദേവാനന്ദൊക്കെ ആ മണ്ണിൽ കാലോണ്ടൊക്കെ ഇട്ടിട്ട് ഇളക്കി കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റിനൊക്കെ ലൈറ്റ് ചെയ്ത പോലെ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ നമ്മുടെ ഫോണിൽ പകർത്തിയെടുക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോഴും അത് പുറത്തേക്ക് ഇറങ്ങിയ ഫോണൊന്നും വലിയ പിടിക്കാത്ത ഒരു എന്താണെന്നറിയില്ല, ഒരു ചമ്മലാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊന്നും വല്ലാണ്ട് ക്ലിയർ ഒന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നത്തെ താലപ്പൊലി വന്നു. താലപ്പൊലിയിൽ ചേച്ചിമാരൊക്കെ നല്ല അടിപൊളി സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടുള്ള വലിയ ചേച്ചിമാരും കുഞ്ഞു കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വല്ലാണ്ട് കാര്യപ്പെട്ട പരിപാടിയൊന്നുമില്ല. അതിൻ്റെ പിന്നാലെ തന്നെ ഒരു കൊട്ടും വരുന്നുണ്ടായിരുന്നു കേട്ടോ, ചണ്ട മേളം വരുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് താലപ്പൊലിയിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടണത് പായസമായിരുന്നു കേട്ടോ. തൃക്കൈപ്പറ്റ ശിവക്ഷേത്രമാണ് കേട്ടോ. തൃക്കൈപ്പറ്റ ശിവക്ഷേത്രമാണിത്. പിന്നെ ഞാൻ പറഞ്ഞില്ല കുട്ടികളുടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് സ്റ്റേജിൽ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ കസാര ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നിന്ന് തന്നെ പരിപാടി കാണണം. അപ്പോൾ ഞങ്ങളൊരു ഭാഗത്ത് ഒതുങ്ങി നിന്നിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവന്മാരെയൊക്കെ പിടിച്ചിട്ട് വേണ്ട കാണണമെങ്കിൽ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടാട്ടം വന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ 2-3 പരിപാടിയൊക്കെ കണ്ടു, 3-4-5 പരിപാടികൾ, അതിന് കൂടുതലൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടാട്ടം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വന്നു കേട്ടോ. കുട്ടാട്ടൻ റോഡിൻ്റെ അങ്ങേറ്റത്ത് വണ്ടി കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. പിന്നെ ആൾ അമ്പലത്തിലൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ശിവരാത്രി വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബായ്.